പ്രകൃതിയുടെ ശാന്തത പെട്ടെന്ന് എങ്ങനെ ഒരു ഭീകര ദുരന്തമായി മാറാം എന്നതിന്റെ തെളിവാണ് നേപ്പാളിലെ രസുവയിൽ നാം കണ്ടത്. കരിമേഘങ്ങളോ കനത്ത മഴയോ ഇല്ലാതെ തെളിഞ്ഞ ആകാശത്തിന് താഴെ നിന്ന മനുഷ്യരെ നിമിഷ നേരം കൊണ്ടാണ് അവിടെ പ്രകൃതി വിറപ്പിച്ചു നിർത്തിയത്. ഹിമാലയൻ മലനിരകളിൽ വീണ്ടും നാശം വിതച്ച ഗ്ലോഫ് അഥവാ ഹിമതടാക വിസ്ഫോടനത്തിന്റെ വിശദാംശങ്ങൾ കാണാം. ഉയർന്ന ഹിമാലയൻ മലനിരകളിൽ മഞ്ഞുപാളികൾ ഉരുകി വലിയ ജലസംഭരണികൾ രൂപപ്പെടാറുണ്ട്. എന്നാൽ ഈ ഹിമതടാകങ്ങളെ തടഞ്ഞു നിർത്തുന്നത് കോൺക്രീറ്റ് ഭിത്തികളല്ല, മറിച്ച് പാറക്കല്ലുകളും മണ്ണും മഞ്ഞും ചേർന്നുണ്ടായ മൊറൈൻ എന്നറിയപ്പെടുന്ന സ്വാഭാവിക തടയണകളാണ്. ഒരു ചെറു ഭൂചലനമോ ഹിമപാതമോ അല്ലെങ്കിൽ ജലസമ്മർദ്ദമോ ഉണ്ടാകുമ്പോൾ ഈ ദുർബലമായ തടയണകൾ പെട്ടെന്ന് തകരുന്നു. ഇതോടെ ലക്ഷക്കണക്കിന് ഘനമീറ്റർ വെള്ളവും കല്ലും ചെളിയും വൻ വേഗതയിൽ താഴ്വരകളിലേക്ക് കുതിച്ചെത്തുന്നു. പ്രളയത്തിന് മുൻപ് വൻ മഴയോ കരിമേഘങ്ങളോ ഉണ്ടാകില്ല എന്നതിനാൽ താഴ്വരകളിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് യാതൊരു മുന്നറിയിപ്പും ലഭിക്കാതെയാണ് ഗ്ലോഫ് എന്ന ഈ ഹിമതടാക വിസ്ഫോടനം നാശം വിതയ്ക്കുന്നത്. തിബറ്റ് അതിർത്തിയോട് ചേർന്നുള്ള നേപ്പാളിലെ രസ്വ ജില്ലയിൽ ലെന്ദെ, ഭോട്ടേകോഷി, തൃശൂലി നദീതടങ്ങളിലൂടെ അപ്രതീക്ഷിതമായി ഇരച്ചെത്തിയ പ്രളയം വൻ നാശനഷ്ടങ്ങളാണ് വിതച്ചത്. ചൈനയുമായുള്ള നേപ്പാളിന്റെ സുപ്രധാന വ്യാപാര പാതയായ രസുവഗഡി അതിർത്തി കേന്ദ്രവും ടിമുറെ, സ്യാഫ്രു ബെസി, ബേത്രാവതി തുടങ്ങിയ പ്രദേശങ്ങളും മിനിറ്റുകൾക്കകം വെള്ളത്തിനടിയിലായി. 111 മെഗാവാട്ടിന്റെ രസുവഗഡി പദ്ധതി ചിലിമെ, തൃശൂലി 3A ഉൾപ്പെടെ 10ലധികം ജലവൈദ്യുത നിലയങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും പ്രവർത്തനം പൂർണ്ണമായി നിശ്ചലമാവുകയും ചെയ്തു. അതിർത്തിയിലേക്കുള്ള പ്രധാന റോഡുകളും കൂറ്റൻ പാലങ്ങളും പ്രളയത്തിൽ ഒലിച്ചു പോയതോടെ ഗതാഗത ബന്ധം പൂർണ്ണമായി വിച്ഛേദിക്കപ്പെട്ടു. ബേത്രാവതി മുതൽ രസുവഗഡി വരെയുള്ള 42 കിലോമീറ്റർ റോഡ് പൂർണ്ണമായും തകർന്നു. തൃശൂലി, നാരായണി നദികളിലൂടെ കുതിച്ചെത്തിയ വെള്ളം കാരണം അയൽരാജ്യമായ ഇന്ത്യയിലെ ബീഹാർ സംസ്ഥാനത്തും ഗണ്ഡക് നദിയുടെ തീരപ്രദേശങ്ങളിൽ വൻ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനം ഹിമാലയൻ മലനിരകളിൽ ഉയർത്തുന്ന വൻ ഭീഷണിയുടെ വ്യക്തമായ സൂചനയാണ് ഈ ദുരന്തം. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.